ഹായ് അസ്സലാമു അലൈക്കും. ഇത് ഞങ്ങൾ പുതിയതായി സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ് സ്നാക്ക്. ഇതിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പീസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് കൽത്തപ്പാണ്. അപ്പോൾ ഇത് അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതിൽ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 1 കപ്പ് അരിപ്പൊടി, 3 ശർക്കര, 1 കപ്പ് തേങ്ങാക്കൊത്ത്, 1 കപ്പ് തേങ്ങ ചിരകിയത്, ചെറിയ ജീരകം, 3 ഏലക്കായ, ചെറിയ ഉള്ളി, ആവശ്യത്തിന് 1 കപ്പ് വെള്ളം. ഇത്രയും മതിയാവും. നമുക്ക് അരിപ്പൊടി, ഏലക്കായ, ജീരകം, തേങ്ങ ചിരകിയത് എല്ലാതും കൂടി ഒരു ബ്ലെൻഡറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ചിരകിയത് ഇത് ഇടണം. ഏലക്കായ, ആവശ്യത്തിന് ചെറിയ ജീരകം, കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചാൽ മതി. അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചിട്ട് പാകമായതിന് ശേഷം നമുക്ക് ബ്ലെൻഡറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് അടിച്ചിട്ട് എടുക്കാം. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക ബാറ്ററിലേക്ക്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ കട്ടയൊക്കെ ഉടച്ച് നല്ലപോലെ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ശർക്കര, നമ്മൾ 3 അച്ച് ശർക്കര നല്ലപോലെ ഉരുക്കിയിട്ട് അത് ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് നമുക്ക് ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുക്കനെ വേണം നമ്മുടെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ കൽത്തപ്പത്തിൻ്റെ സോഫ്റ്റും ലെയറും ഒക്കെ നമ്മൾ ഈ ചൂടിനനുസരിച്ചാണ് ഇരിക്കുന്നത്, ശർക്കരയുടെ ചൂടിനനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ശർക്കര നല്ല ചൂടോടുക്കനെ തന്നെ നമ്മുടെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ശർക്കരയുടെ ചൂട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. ചൂടോടുക്കനെ തന്നെ നമ്മുടെ ബാറ്ററിലോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കുക്കറിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ നല്ലപോലെ ഹീറ്റായി വന്നാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ലൊരു ബ്രൗൺ കളറാവണം. ഒന്നുണ്ടായി വരുമ്പോഴത്തേന് നമുക്ക് ചെറിയ ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് പകുതി എടുത്തിട്ടാണ് പിന്നെ ചെയ്യണത്. ഗാർണിഷിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൊണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി നല്ലതുപോലെ നമ്മളെ വെളിച്ചെണ്ണയിലിട്ടിട്ട് വേവിച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് പകുതി മാറ്റി വയ്ക്കാം, പകുതി അതിൽ വേണം. എന്നിട്ട് പകുതി നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മളെ മൂപ്പിച്ച് വെച്ചതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ബാറ്റർ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബാക്കി നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും
തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൽത്തപ്പം റെഡിയാക്കാം. അപ്പോൾ നമ്മളിനി ഇത് നമ്മൾ കുക്കർ വെച്ചിട്ടാണ് മൂടി വയ്ക്കുന്നത്. കുക്കർ വെച്ചിട്ട് 6 മിനിറ്റ് നമ്മൾ വിസിൽ ഊരിയിട്ട് 6 മിനിറ്റാണ് അത് വേവിക്കുന്നുള്ളത്. പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ 6 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കണം. ഇപ്പോൾ നമ്മൾ 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണിത് വേവിച്ചെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പടി പിടിക്കാതിരിക്കാൻ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് തന്നെ ആകണം. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കാം അത് വെന്തിക്കണമെന്ന്. അപ്പോൾ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല, നല്ല പോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചൂടാറിയതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട്. നമുക്ക് 4 മണി പലഹാരമായിട്ടും രാവിലെ